കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഉണങ്ങാത്ത മുറിപ്പാടാണ് കോഴിക്കോട് ജില്ലയിലെ മാറാട് കടപ്പുറം. മതേതരത്വം പ്രസംഗിക്കുന്ന ഒരു സമൂഹത്തിനു മുന്നിൽ കൃത്യമായ ആസൂത്രണത്തോടെയും മതമൗലികവാദത്തിന്റെ വിഷം കലർത്തിയും നടപ്പിലാക്കിയ ഒരു വംശഹത്യയുടെ കഥയാണ് മാറാടിന് പറയാനുള്ളത്. 2003 മെയ് 2-ന് 8 നിരപരാധികളുടെ ജീവനെടുത്ത ആ കറുത്ത ദിനം വെറുമൊരു വർഗീയ ലഹളയായിരുന്നില്ല, മറിച്ച് ഭീകരമായ ഒരു കൂട്ടക്കൊലയായിരുന്നു. മാറാട്ടെ സംഘർഷങ്ങളുടെ വിത്ത് പാകിയത് 2002 ജനുവരിയിലായിരുന്നു. പുതുവത്സരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രാദേശിക ക്ലബിലുണ്ടായ ചെറിയ തർക്കത്തെ വർഗീയമായി തിരിച്ചുവിടാൻ ചിലർ ശ്രമിച്ചു. 2002 ജനുവരി 4-ന് പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളിയെ തുടർന്ന് ഹിന്ദുക്കൾക്കെതിരെ ആസൂത്രിതമായ ആക്രമണം നടന്നു. അന്നുണ്ടായ അക്രമ പ്രത്യാക്രമണങ്ങളിൽ 5 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ പിന്നീട് സർക്കാരും വിവിധ സംഘടനകളും ചേർന്ന് നടത്തിയ സമാധാന ചർച്ചകളിൽ മാറാട്ടെ ജനങ്ങൾ സഹകരിച്ചു. പഴയ മുറിവുകൾ മറന്ന് മത്സ്യത്തൊഴിലാളികൾ വീണ്ടും ഒരുമിച്ച് കഴിഞ്ഞു തുടങ്ങി. ഈ സമാധാന മരീചികയെ വിശ്വസിച്ചു കഴിഞ്ഞിരുന്ന ഹിന്ദു സമൂഹത്തെ ചതിയിലൂടെ ഇല്ലായ്മ ചെയ്യാനാണ് ഒരു വിഭാഗം പിന്നീട് തയ്യാറെടുത്തത്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്ന് രാജ്യം വിശ്വസിച്ചിരുന്ന ഘട്ടത്തിലാണ് 2003 മെയ് 2-ന് വെള്ളിയാഴ്ച വൈകുന്നേരം മാറാട് കടപ്പുറം വീണ്ടും രക്തപങ്കിലമായത്. കടപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ മാരകായുധങ്ങളുമായി ഒരു വലിയ സംഘം പാഞ്ഞെടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ 8 ജീവനുകൾ അവിടെ വെട്ടിവീഴ്ത്തപ്പെട്ടു. ആവിത്താൻപുരയിൽ ദാസൻ, പാണച്ചന്തകത്ത് ഗോപാലൻ, അരേച്ചന്തകത്ത് കൃഷ്ണൻ, കോയിച്ചന്തകത്ത് മാധവൻ, കോയിച്ചന്തകത്ത് ചന്ദ്രൻ, തെക്കേത്തൊടി പ്രജിത്ത്, സഹോദരങ്ങളായ തെക്കേത്തൊടി പുഷ്പരാജ്, തെക്കേത്തൊടി സന്തോഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിനിടെ സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ആക്രമികൾ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതിൽ നിന്ന് തന്നെ പുറത്തു നിന്നുള്ള ഗുണ്ടാ സംഘങ്ങളെ ഇതിനായി എത്തിച്ചിരുന്നു എന്ന് വ്യക്തമായി. സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ വലിയൊരു വിഭാഗം മുസ്ലിം കുടുംബങ്ങൾ രഹസ്യമായി മാറി താമസിച്ചിരുന്നു എന്നത് ഈ ആക്രമണത്തിന്റെ ആസൂത്രണം വ്യക്തമാക്കുന്നു. എന്നാൽ അയൽക്കാർ കൊല്ലപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും ആരും അത് പുറത്തു പറഞ്ഞില്ല. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അക്രമികൾ അഭയം തേടിയത് മാറാട് ജുമാ മസ്ജിദിലായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ പള്ളിയിൽ നിന്ന് രക്തം പുരണ്ട വാളുകളും ബോംബുകളും കണ്ടെടുക്കപ്പെട്ടു. ഒരു ആരാധനാലയം വംശഹത്യക്കുള്ള ആയുധപുരയായി മാറ്റപ്പെട്ടു എന്നത് കേരളത്തെ ഞെട്ടിച്ചു. കസ്റ്റഡിയിലെടുത്തവരിൽ മുസ്ലിം ലീഗ്, CPM, കോൺഗ്രസ് എന്നീ പാർട്ടികളിലെ പ്രാദേശിക പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നത് ഗൂഢാലോചനയുടെ രാഷ്ട്രീയ വ്യാപ്തി തെളിയിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. പ്രധാന കണ്ടെത്തലുകൾ ഇവയായിരുന്നു. ഇത് യാദൃച്ഛികമായ ഒന്നല്ല, മറിച്ച് ഹിന്ദുക്കളെ ഭയപ്പെടുത്തി പലായനം ചെയ്യിക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, LDF തുടങ്ങിയ സംഘടനകളിലെ നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കമ്മീഷണർ കണ്ടെത്തി. അന്നത്തെ കളക്ടർ TO സൂരജ്, അസിസ്റ്റന്റ് കമ്മീഷണർ M അബ്ദുൾ റഹീം എന്നിവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ കമ്മീഷൻ എടുത്തു പറഞ്ഞു. ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ടായിട്ടും പോലീസ് നിഷ്ക്രിയമായി നിന്നു. മാറാട് കേസിലെ വിധി കേരള നിയമ ചരിത്രത്തിലെ സുപ്രധാനമായ ഒന്നാണ്. 2009 പ്രത്യേക കോടതി വിധിയിൽ 148 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ 62 പേരെ കുറ്റക്കാരായി കണ്ടെത്തി. ഇതിൽ 61 പേർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. പിന്നീട് 2012 ഹൈക്കോടതി വിധിയിൽ പ്രത്യേക കോടതി വിട്ടയച്ച 24 പേർ കൂടി കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഇതോടെ കേസിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നവരുടെ എണ്ണം 85 ഉയർന്നു. കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ അന്താരാഷ്ട്ര ബന്ധങ്ങളും സാമ്പത്തിക ഉറവിടവും അന്വേഷിക്കാൻ നിലവിൽ CBI അന്വേഷണം നടന്നുവരുന്നു. 2 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും മാറാട്ടെ ഇരകൾക്ക് പൂർണ്ണമായും നീതി ലഭിച്ചിട്ടില്ല. എങ്കിലും ആക്രമണത്തിന് ശേഷം ഒറ്റപ്പെട്ടുപോയ മുസ്ലിം കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ഹിന്ദുക്കൾ കാണിച്ച മാതൃക പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു. മതമൗലികവാദം എങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ കൊലയാളിയാക്കുന്നു എന്നതിന്റെ ഭീകരമായ പാഠമാണ് മാറാട്. അയൽക്കാരെ പോലും ശത്രുക്കളായി കാണാൻ പ്രേരിപ്പിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് മാറാട് ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.